സുധാകരൻ പറഞ്ഞു. എപ്പോഴാ CP മുഹമ്മദ് MLA അല്ലാതായത്? 2016 എപ്പോഴാ കരിങ്ങനാട് കൊണ്ട് സ്ഥലം വാങ്ങിയത്? 2017 ഒക്ടോബർ മാസം 27 ആരാ MLA? മുഹമ്മദ് മോസിൻ. ആരാ പഞ്ചായത്ത് പ്രസിഡന്റ്? CPM-ന്റെ പ്രതിനിധി ഞാൻ. 2017 അവിടെ വരുന്നു. അവിടെ ചോദിക്കാനുള്ള അവസരമുണ്ട്. അവസരമുണ്ട്. ഈ സെഗ്മെന്റ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ പറയുന്നേക്കും. പറയാം. ചോദ്യങ്ങൾ ചോദിക്കാം, വസ്തുതകൾ പറയാം. പക്ഷേ ഈ സെഗ്മെന്റിന് ശേഷം മാത്രം. ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓരോ പാർട്ടിയുടെ പ്രതിനിധികൾക്കും 2 ചോദ്യങ്ങൾ പറയാനും അതുപോലെ തന്നെ വസ്തുതകൾ. ശരി, സമാധാനപൂർവ്വം നിങ്ങൾ കേൾക്കണം. വെളയൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് രേഖ ഉണ്ടല്ലോ. എന്നാ രജിസ്റ്റർ ചെയ്തത്? എന്നാ രജിസ്റ്റർ ചെയ്ത്? ഞാൻ തെളിയിച്ചു തരും. ഞാനാണെന്ന് പ്രസിഡന്റ്. അല്ല, കിട്ടിയിട്ടുണ്ടോ? വിവരാവകാശം കൊടുത്തിരുന്നു. ഒരു മിനിറ്റ് നിങ്ങൾ ഒരു മിനിറ്റ് ഈ ചർച്ച ഒരു മിനിറ്റ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ. ചോദ്യങ്ങളിലേക്ക് വരാം. ചോദ്യങ്ങളിലേക്ക് വരാം. മറ്റു രാഷ്ട്രീയത്തിലേക്ക് പോയി. പക്ഷേ മറുപടി യുഡിഎഫിന്റെ പ്രതിനിധി പറയട്ടെ. നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ യുഡിഎഫിന്റെ മറുപടി പറയട്ടെ. യുഡിഎഫിന്റെ പ്രതിനിധി ഉണ്ടല്ലോ. സുധാകരന് മറുപടി പറയാനുള്ള, ഇല്ലെങ്കിൽ അവസരം പോവും, നഷ്ടം പോവും. സമയം പ്രതിനിധി പറഞ്ഞു കുടിവെള്ള പദ്ധതിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ കുട്ടികളെ കളിപ്പാട്ടക്കടയിൽ നിന്ന് പോയിട്ട് ഒരു ബൊമ്മ വാങ്ങിക്കൊണ്ടിരുന്ന പരിപാടി ആയിരുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കണം. CP മുഹമ്മദ് MLA ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതിയാണ്. ഞാൻ അതിൻ്റെ ദൃക്സാക്ഷിയായിട്ട് അതിൻ്റെ ഓഫീസുകൾ അദ്ദേഹത്തിന് കൂടെ പോയ ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ അതൊന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ഇത് നബാർഡിൻ്റെ ധനസഹായത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ ഓർഡറായി വന്നപ്പോഴും നമ്മൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ കോർപ്പറേഷൻ ചെയർമാനായിരുന്ന VJ കുര്യൻ സാറാണ് അന്ന് നബാർഡിൻ്റെ ഇത് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ ഓർഡറായി പറഞ്ഞത് CP അക്കൗണ്ട് പറയുമ്പോൾ സ്പോട്ടിലുണ്ടാണല്ലോ. ഇനി അതൊക്കെ പോട്ടെ. ഈ കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം ലഭ്യമല്ലാതിട്ട് 6 തവണ ഇത് റിജക്ഷൻ കത്ത് വന്നിട്ടുണ്ട് പഞ്ചായത്തിൽ. 6 തവണ റിമൈൻഡർ നോട്ടീസ് വന്നിട്ട് പഞ്ചായത്തിൽ. ഇത് നോക്കുന്നതിന് ഇൻഫെക്ഷൻ വിങ്ങിലെ സുബൈറാണ് ആയിരുന്നു ഈ കുടിവെള്ള പദ്ധതിക്ക് നോക്കിയിരുന്നത്. ഞാൻ പറയട്ടെ അവകാശങ്ങളെല്ലാം പറയാം. സംസാരിക്കട്ടെ. ഒന്നാമത് നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്. ആദ്യം സുധാകരന്റെ മറുപടി കഴിയട്ടെ. ഒന്നാമത് ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ABCD അറിയില്ല. അതുകൊണ്ടായി പറയുന്നത് ഇവരെ പൊതുവായിട്ട് പറയുന്നത് കേട്ടിരിക്കാം. ഇവരെ പൊതു ഏത് നോണെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവർക്ക് ഒന്നും വിഷയങ്ങളല്ല. ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഞാൻ പറയട്ടെ. നിങ്ങളെ സംശയം ഉണ്ടെങ്കിൽ നമ്മള് ഇത് ഈ പിന്നെ കുടിവെള്ള പദ്ധതിക്ക് ഉത്തരവായ 2015 ഉത്തരവായിട്ട് ആ ഉത്തരവിന്റെ കോപ്പി അടക്കം അതിന്റെ ബോർഡ് ആ പിന്നെ കുടിവെള്ള പ്രൊജക്ടിന്റെ റോഡ് പോകുന്ന ഭാഗത്ത് ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡ് ഉദ്ഘാടനം കഴിഞ്ഞ അപ്പം തന്നെ, ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് വെച്ച അപ്പം തന്നെ ആ ബോർഡ് അപ്രത്യക്ഷമായി. എന്നിട്ട് പുതിയൊരു ബോർഡാണ് കൊണ്ടുവന്ന് വെച്ചത്. ആ ബോർഡും ആ ഉത്തരവിന്റെ കോപ്പിയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. മനസ്സിലാക്കണം. അതൊക്കെ ഉണ്ട്. ആരാ ബോർഡ് എടുത്തോണ്ടായത്? ഇത് 2015 ഉത്തരവാണെന്ന് കണ്ടപ്പോൾ മാത്രം എടുത്തോണ്ടതാണത്. വേറൊന്നല്ല. 2005 ഉത്തരവുള്ള ബോർഡ് ഉണ്ടായിരുന്നു അവിടെ. അതവിടെ ബോർഡിന്റെ അതിനൊക്കെ സംസാരിക്കാൻ തെളിവുകളുണ്ട്. നിങ്ങൾ വെറുതെ കൊട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ആ സ്ഥലം കണ്ടെത്തിയത് ഞാൻ ഉൾപ്പെട്ടിട്ടാ. ഞാനാണ് കേക്കനെയും PM കൃഷ്ണ നമ്പൂരിനെയും കൊണ്ടുപോയത്. ഞാൻ CP ഷംസു മെമ്പറും കൂടിയാണ്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത് നോക്കാൻ പറ്റുമെന്ന് CP ആക്കനോട് പോയി പറഞ്ഞപ്പോൾ CP മുഹമ്മദ് MLA ആണ് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ കൂടി ആലോചിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ എയിനെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഒപ്പം കേക്കനെ ഒന്ന് കാണിക്കും. ഞാനും CP ഷംസും കൂടിയാണ് PM കൃഷ്ണ നമ്പൂരിനെയും കേക്കനെയും കൊണ്ടുപോയിട്ട് ആ സ്ഥലം കാണിച്ചു കൊടുത്തത്. അങ്ങനെ കാണിച്ചിട്ടാണ് നമ്മൾ ആ സ്ഥലം കണ്ടെത്തിയിട്ട് ഓക്കെയാണ്, കുഴപ്പമില്ല, നമ്മൾ സുബേറിനെ കൂടി കാണിക്കാറുണ്ട്. സുബേറേനെയും കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത്. മനസ്സിലായോ? എന്നിട്ട് അത് വാങ്ങാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്ത് KKയുടെ റിലേറ്റീവായ ഒരാളും കൂടിയാണ് സ്ഥലം. അപ്പോൾ അതിനെ പിന്നെ CP ആക്കാൻ്റെ റിലേറ്റീവിൻ്റെ ഒരു സ്ഥലം കൂടി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെ യോഗം ചേർന്ന് തന്നെ കമ്മുകുട്ടിയാജിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമായ കമ്മുകുട്ടിയാജിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് യോഗം ചേർന്നത്. അന്ന് KK അടക്കമുള്ള ആൾ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് സംശയം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതുകൊണ്ട് അന്നങ്ങൾ ഉണ്ടാവില്ല. എന്നാ KK മാത്രമേ ഉള്ളൂ. എന്നാ KK മാത്രം പട്ടാമ്പി പങ്കില്ല മനസ്സിലായില്ലേ? അവർക്കൊരു പങ്കില്ല. അപ്പൊ അതെ കമ്മ്യൂണിറ്റി ഇവർക്കൊരു പങ്കില്ല. ഒന്നാമത് CPM യാതൊരു പങ്കില്ല. ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുമ്പോ മുഴുവൻ കേട്ടുന്ന ഞാൻ നിങ്ങളുടെ പ്രതി പറയുമ്പോ അതിന്റെ ഇടയിൽ ശല്യപ്പെടുത്താതെ മുഴുവൻ കേട്ടുന്ന ആളാ.
അതെന്തുകൊണ്ടാ? പിന്നെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതെ, ഓസാരൊന്നും വേണ്ട, പറയട്ടെ, നിങ്ങൾ ഓസാരൊന്നും വേണ്ട, നിങ്ങളെ ഓസാരം ഇല്ല, വേണ്ട. ഇല്ല. ആ സ്ഥലം കണ്ടെത്തിയിട്ട് അതിനുള്ള വഴിക്ക് വേണ്ടിയിട്ട് അവിടെ KK ഹംസ എന്ന ആളേനെയും OP മുഹമ്മദ് കുട്ടി എന്ന ആളേനെയും അവരൊക്കെ കണ്ട് 13 സെന്റും 8 സെന്റും ഒക്കെ വഴികളൊക്കെ റെഡിയാക്കി കമ്പൂട്ടി ആജിന്റെ ഒരു ഭാഗത്ത് സ്ഥലം വാങ്ങിയിട്ടൊക്കെ നമ്മൾ അതിന് വഴി കണ്ടെത്തിയത്. ആ വഴി കണ്ടെത്തുമ്പോൾ അതിൽ എഗ്രിമെന്റ് കൂടി ഉണ്ടായിരുന്നു. ആ റോഡ് 10 ലക്ഷം രൂപ ചെലവിൽ പുനരുദ്ധരിച്ച് കൊടുക്കാനുള്ള എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അവർ 5 പൈസ റോഡിന് ചെലവാക്കിയിട്ടില്ല ഇതുവരെ. മനസ്സിലായോ? എന്നിട്ടാണ് ആ സ്ഥലം കൺഫേം ചെയ്തിട്ട് അതിന് എഗ്രിമെന്റ് ചെയ്ത് അതിന്റെ ഓണറെ അവിടേക്ക് വിളിച്ചു വരുത്തി CP ഖാന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ച് സെറ്റിലിട്ടാണ്. അപ്പോഴേക്കും ഇതിന്റെ ഇടയിൽ ഇലക്ഷൻ കഴിഞ്ഞു. അത്രയാണ്. അപ്പോൾ ഉത്തരവ് വന്ന് സ്ഥലം കണ്ടെത്തി. ഞാൻ പറയട്ടെ Yes, ഞാൻ yes, പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല, അതേ പറയട്ടെ, അതേ അതല്ലാതെ പറഞ്ഞിട്ട് അതെ ആ പറഞ്ഞു ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ. Yes, ആരേഷ് തുടരാം. ഈ കുടിയുള്ള പദ്ധതി Yes, yes, ഞാൻ പറയാം. പറയട്ടെ. അതേ പറയുന്നുണ്ടല്ലോ, മറുപടി പറയുന്നുണ്ട്. ഒരു കോമൺ സെൻസ് വേണ്ട. പറഞ്ഞു കഴിയട്ടെ. കോമൺ സെൻസ് വേണ്ടേ? അല്ല എന്തൊരു കോമൺ സെൻസ് ഗ്രാമപഞ്ചായത്ത്